എല്ലാവർക്കും നമസ്കാരം. കേരള ട്രഷറി കോഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജനുവരി വിജ്ഞാനപ്രകാരം നടന്ന കേരള ട്രഷറി കോഡിൻ്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളും അവയുടെ കണക്റ്റഡ് ഫാക്ട്സുമാണ്. ആയതിൻ്റെ പാർട്ട് 3 ആണ് ഈ വീഡിയോ. 1 മുതൽ 50 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ കണക്റ്റഡ് ഫാക്ട്സും പാർട്ട് 1 and 2 നമ്മൾ പറഞ്ഞിരുന്നു. ആയതിൻ്റെ ക്ലാസ്സുകൾ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുക. അത് നമ്മുടെ ചാനലിലെ കേരള ട്രഷറി കോഡ് എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട് 3 പുസ്തകങ്ങളാണ് നമുക്ക് റെഫർ ചെയ്യാനുള്ളത്. കേരള ട്രഷറി കോഡ് വോളിയം 1, കേരള ട്രഷറി കോഡ് വോളിയം 2, കേരള അക്കൗണ്ട് കോഡ് വോളിയം 2. ഈ 3 പുസ്തകങ്ങളും എക്സാം ഹാളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാവുന്നവയാണ്. TR ഫോമിനെ കുറിച്ചും TA ഫോമിനെ കുറിച്ചുള്ള ധാരാളം ചോദ്യങ്ങൾ കേരള ട്രഷറി കോഡിൻ്റെ എക്സാമിന് കണ്ടുവരുന്നുണ്ട്. TR ഫോമിനെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ കേരള ട്രഷറി കോഡ് വോളിയം 2 റെഫർ ചെയ്യുക. TA കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 റെഫർ ചെയ്യുക. ഇൻഡെക്സ് നോക്കി വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് പുസ്തകം നോക്കി എഴുതാവുന്നവയാണ് ഇവ. ധാരാളം ചോദ്യങ്ങൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാവുന്നവയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കയ്യിലൊരു നോട്ട്ബുക്ക് ഉണ്ടാവുന്നത് വളരെയധികം നല്ലതാണ്. കൂടുതൽ കണക്റ്റഡ് ഫാക്ട്സ് കിട്ടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാത്ത പോലെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് അതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ റിവിഷൻ സമയത്ത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പേഴ്സണൽ ക്ലെയിംസ് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സ് ആർ ഫർണിഷ്ഡ് ഇൻ ഫോം. ഗസറ്റഡ് ഓഫീസർമാരുടെ വ്യക്തിഗത ക്ലെയിമുകളുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റുകൾ ഡാഷ് ഫോമിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ TA ഫോമിനെ കുറിച്ചാണ് ചോദ്യം. TA ഫോമിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, TA 21. TA 21 പേയ്മെൻറ്റ്സ് റിലേറ്റിംഗ് ടു പേഴ്സണൽ ക്ലെയിംസ് ഓഫ് ഗസറ്റഡ് ഓഫീസേഴ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ദ ക്യാഷ് അക്കൗണ്ട് ആൻഡ് ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ഫോം. ക്യാഷ് അക്കൗണ്ടും പേയ്മെൻറ്റുകളുടെ ലിസ്റ്റും ഡാഷ് ഫോമിൽ തയ്യാറാക്കണം. അപ്പോൾ ഇതും TA ഫോമിനെ കുറിച്ചാണ് ചോദ്യം. കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്, ബോത്ത് A and B. ദാറ്റ് മീൻസ് TA 25 and TA 26 ഇവ രണ്ടും ക്യാഷ് അക്കൗണ്ട് ആൻഡ് ലിസ്റ്റ് ഓഫ് പേയ്മെൻറ്റ്സിനെ കുറിച്ച് അവയുടെ പ്രിപ്പറേഷനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു. The cash accounts, central and state, rendered by state treasuries, should be supported by a closing abstract in form. സ്റ്റേറ്റ് ട്രഷറികൾ നൽകുന്ന ക്യാഷ് അക്കൗണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനവും ഡാഷ് ഫോമിൽ ഒരു ക്ലോസിംഗ് അബ്സ്ട്രാക്റ്റ് പിന്തുണയ്ക്കേണ്ടതാണ്. അപ്പോൾ TA ഫോമിനെ കുറിച്ചാണ് ചോദ്യം. തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 വെച്ച് റെഫർ ചെയ്യുക. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ B ആണ്, TA 27. TA 27 സ്റ്റേറ്റ് ട്രഷറികൾ നൽകുന്ന ക്യാഷ് അക്കൗണ്ടുകൾ കേന്ദ്രവും സംസ്ഥാനവും ഒരു ക്ലോസിംഗ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് പിന്തുണയ്ക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 55. ഈച്ച് ഷെഡ്യൂൾ ഓഫ് പേയ്മെൻറ്റ്സ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ 2 parts. ദ ഫസ്റ്റ് പാർട്ട് റിലേറ്റിംഗ് ടു ദ പേയ്മെൻറ്റ്സ് മെയ്ഡ് ഫ്രം ദ ലിസ്റ്റ് ടു ദ ഡാഷ് ഓഫ് ദ മന്ത്. പേയ്മെൻറ്റുകളുടെ ഓരോ ഷെഡ്യൂളും 2 ഭാഗങ്ങളായി തയ്യാറാക്കണം. ലിസ്റ്റിൽ നിന്ന് ആദ്യത്തെ ഭാഗം മാസത്തിലെ ഡാഷാം തീയതിയിൽ പേയ്മെൻറ്റുകൾ ചെയ്യണം. ആൻസർ 18th, മാസത്തിലെ 18ാം തീയതിയിലെ പേയ്മെൻറ്റുകൾ ചെയ്യണം. ക്ലാസ് ഓഫ് എംപ്ലോയി ഹൂസ് പേ ഷുഡ് ബി ഡ്രോൺ ഓൺ കണ്ടിൻജൻറ്റ് ബിൽസ്. ആൻസർ ബോത്ത് A and B. ദാറ്റ് മീൻസ് ബോട്ടിൽ ക്ലീനർ ആൻഡ് മാർക്കറ്റ് ബോയ്. ഇവ രണ്ടും കണ്ടിൻജൻറ്റ് ബില്ലുകളിൽ ശമ്പളം നൽകേണ്ട ജീവനക്കാർ എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ദ ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ് ഓഫ് നോൺ ഗസറ്റഡ് സർവൻസ് ട്രാൻസ്ഫോമഡ് ഫ്രം വൺ സ്റ്റേറ്റ് ഓൺ സർക്കിൾ ഓഫ് ഓഡിറ്റ് ടു അനദർ മേ ബി ഗിവൺ ബൈ ദ. ഒരു സ്റ്റേറ്റിൽ നിന്നോ ഓഡിറ്റ് സർക്കിളിൽ നിന്നോ മറ്റൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ട ഗസറ്റഡ് അല്ലാത്ത സർക്കാർ ജീവനക്കാരുടെ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ഇനി പറയുന്നവർക്ക് നൽകാം. ആൻസർ ഹെഡ് ഓഫ് ഓഫീസ്, വകുപ്പ് മേധാവി. അപ്പോൾ LPCയുമായി ബന്ധപ്പെട്ട ധാരാളം ചോദ്യങ്ങൾ ട്രഷറി കോഡിൻ്റെ എക്സാമിൽ കണ്ടുവരുന്നുണ്ട്. LPC എന്ന് പറയുന്നതാണ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഈസ് കമ്പൾസറി ഫോർ എ പെൻഷനർ ടു ഡ്രോ പെൻഷൻ ഫസ്റ്റ് ടൈം എന്നാണ് പറയുന്നത്. LPC ഉണ്ടെങ്കിൽ മാത്രമാണ് പെൻഷൻകാർക്ക് പെൻഷൻ ആദ്യത്തെ തവണ പിൻവലിക്കാനായിട്ട് സാധിക്കുന്നത്. അതേപോലെ LPC ഓഫ് നോൺ ഗസറ്റഡ് ഗവൺമെൻറ് സർവൻസ്
അവയ്ക്ക് LPC നൽകുന്നത് ഹെഡ് ഓഫ് ഓഫീസ് ആയിരിക്കും എന്ന കാര്യം അറിഞ്ഞിരിക്കുക. No last pay certificate is necessary when a non-gazetted government servant who draws his own bills is transferred but continues to draw his bills after transfer on the same treasury. സ്വന്തം ബില്ലുകൾ എടുക്കുന്ന ഗസറ്റഡ് അല്ലാത്ത സർക്കാർ ഉദ്യോഗസ്ഥൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതേ ട്രഷറിയിൽ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷവും ബില്ലുകൾ എടുക്കുന്നത് തുടരുമ്പോൾ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അപ്പോൾ ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്നാണ് ചോദ്യം. അപ്പോൾ ആൻസർ കറക്റ്റാണ്. ഈ പ്രസ്താവന ശരിയാണ്. പേ ബിൽസ് ഓഫ് ഗസറ്റഡ് ഗവൺമെൻറ് സർവൻസ് ഹൂസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആർ നോട്ട് സിറ്റുവേറ്റഡ് ഇൻ ദ സെയിം പ്ലേസ് ആസ് ദ സബ് ട്രഷറി ഷുഡ് നോട്ട് ബി പെയ്ഡ് വിത്തൗട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ലാസ്റ്റ് പേ സർട്ടിഫിക്കറ്റ്. സബ് ട്രഷറിയുടെ അതേ സ്ഥലത്ത് ആസ്ഥാനം ഇല്ലാത്ത ഗസറ്റഡ് സർക്കാർ ജീവനക്കാരുടെ ബില്ലുകൾ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ അയക്കാൻ പാടില്ല. ഈ പ്രസ്താവന കറക്റ്റാണോ അല്ലയോ എന്നാണ് ചോദ്യം. ആൻസർ കറക്റ്റാണ്. അതായത് സബ് ട്രഷറിയുടെ അതേ സ്ഥലത്ത് ആസ്ഥാനമല്ലാത്ത ഗസറ്റഡ് സർക്കാർ ജീവനക്കാരുടെ ബില്ലുകൾ അവസാന ശമ്പള സർട്ടിഫിക്കറ്റ് ഹാജരാക്കാതെ അടയ്ക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കുക. Class of payments which may be made at sub treasuries without the express pay order of the district treasury officer. ജില്ലാ ട്രഷറി ഓഫീസറുടെ എക്സ്പ്രസ് പേ ഓർഡർ ഇല്ലാതെ സബ് ട്രഷറികളിൽ നടത്താവുന്ന പേയ്മെൻറ്റുകളുടെ ക്ലാസ്. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് റീഫണ്ട്സ് ഓഫ് മജിസ്റ്റേറിയൽ ഫൈനസ്, ഡിസ്കൗണ്ട് ഓൺ സ്റ്റാമ്പ്സ് സോൾഡ് ടു ലൈസൻസ്ഡ് വെൻഡേഴ്സ്, പേ ബിൽസ് ഓഫ് MLAs. ഇവ മൂന്നും ഇതിൻ്റെ ആൻസേഴ്സ് ആണ്. Petty cases, that is cases involving losses not exceeding dash, each need not be reported to Accountant General. പെറ്റി കേസുകൾ, അതായത് ഓരോന്നിനും ഡാഷ് കവിയാത്ത നഷ്ടം ഉൾപ്പെടുന്ന കേസുകൾ അക്കൗണ്ടന്റ് ജനറലിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ആൻസർ ₹300. അതായത് 300 രൂപയ്ക്ക് താഴെയുള്ള പെറ്റി കേസുകളൊന്നും അക്കൗണ്ടന്റ് ജനറലിന് റിപ്പോർട്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യം അറിഞ്ഞിരിക്കുക. The treasury officer shall examine the deposit registers himself at least once a quarter and ensure that they are kept in accordance with the rules prescribed for the purpose in the Kerala Account Code or elsewhere and furnish the certificate prescribed in dash of the Kerala Account Code Volume 2. ട്രഷറി ഓഫീസർ 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ഡെപ്പോസിറ്റുകൾ രജിസ്റ്ററുകൾ സ്വയം പരിശോധിച്ച് അവ കേരള അക്കൗണ്ട് കോഡിലോ മറ്റെവിടെയെങ്കിലോ നിർദ്ദേശിച്ചിട്ടുള്ള നിയമങ്ങൾക്കനുസൃതമായി സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ഡാഷിൽ നിർദ്ദേശിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകുകയും വേണം. അപ്പോൾ ഇത് പുസ്തകം നോക്കി എഴുതാവുന്ന ചോദ്യമാണ്. അതായത് തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 പുസ്തകം നോക്കിയിട്ട് എക്സാമിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്, ആർട്ടിക്കിൾ 124. അപ്പോൾ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 ആർട്ടിക്കിൾ 124 റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിൽ എത്താവുന്നവയാണ്. ദ ട്രഷറി ഓഫീസർ ഷാൾ സി. ട്രഷറി ഓഫീസർ ശ്രദ്ധിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന പോയിന്റ്സ് വായിച്ചിട്ട് അപ്പോൾ ട്രഷറി ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. മുകളിൽ പറഞ്ഞ 2 പ്രസ്താവനയും ട്രഷറി ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതായത് ട്രഷറി അടയ്ക്കുന്ന സമയത്ത് പണം സ്വീകരിക്കുന്നതിനും അടയ്ക്കുന്നതിനുമായി ഓഫീസിൽ വ്യക്തമായി കാണത്തക്ക രീതിയിൽ ഒരു നോട്ടീസ് പതിച്ചിരിക്കണം. ഇത് ദിവസത്തിൻ്റെ ജോലി അവസാനിക്കുന്നതിന് കുറഞ്ഞത് 1 മണിക്കൂർ മുമ്പായിരിക്കണം. അതുവഴി അക്കൗണ്ടുകൾ അവസാനിപ്പിക്കുന്നതിനും ഒത്തുതീർപ്പാക്കുന്നതിനും സമയം അനുവദിക്കും. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഓർഡറുകൾ അല്ലെങ്കിൽ കാലാകാലങ്ങളിൽ ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ പ്രകാരം പ്രദർശിപ്പിക്കേണ്ട നോട്ടീസുകൾ, അതായത് നോട്ടുകൾ പണമാക്കി മാറ്റുന്നതിനും ചെറിയ നാണയങ്ങൾ വിതരണം ചെയ്യുന്നതും സംബന്ധിച്ച് പൊതുജനങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവേശിക്കുന്ന സ്ഥലങ്ങളിൽ വ്യക്തമായി കാണത്തക്ക രീതിയിൽ പ്രദർശിപ്പിക്കണം. ഇവ രണ്ടും ട്രഷറി ഓഫീസർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. കേരള ട്രഷറി കോഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിനായിട്ട് കേരള ട്രഷറി കോഡിൻ്റെ 22 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. അതുപോലെ കേരള സർവീസ് റൂൾസ്, കേരള ഫിനാൻഷ്യൽ കോഡ്, ഇൻട്രൊഡക്ഷൻ ടു ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നിവയുടെയും മാനുവൽ ഓഫ് ഓഫീസ് പ്രൊസീജിയർ, കേരള എഡ്യൂക്കേഷൻ ആക്ട്സ് ആൻഡ് റൂൾസ് എന്നിവയുടെയും അതുപോലെ കേരള PSC നടത്തുന്ന ഏത് വകുപ്പ് തല പരീക്ഷകളുടെയും മുൻകാലവർഷ ചോദ്യപേപ്പറുകളുടെ പ്രാക്ടീസ് സെറ്റ് അവൈലബിൾ ആണ്. എത്രത്തോളം ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇമ്പ്രൂവ്മെൻ്റ് ആകും. ധാരാളം ചോദ്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണ്. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.
The sub-treasury officers shall verify the cash balance in the sub-treasury at least dash a month. സബ് ട്രഷറി ഓഫീസർമാർ മാസത്തിൽ ഡാഷ് തവണയെങ്കിലും സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ടതാണ്. ആൻസർ ട്വൈസ്. സബ് ട്രഷറി ഓഫീസർമാർ മാസത്തിൽ 2 തവണയെങ്കിലും സബ് ട്രഷറിയിലെ ക്യാഷ് ബാലൻസ് പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. The district treasury officer shall verify the cash balance including impressed balance and other enamet balances in the banking sub-treasuries in his district once in dash months. ജില്ലാ ട്രഷറി ഓഫീസർ തൻ്റെ ജില്ലയിലെ ബാങ്കിങ് സബ് ട്രഷറികളിലെ ക്യാഷ് ബാലൻസ്, ഇംപ്രസ്ഡ് ബാലൻസും മറ്റ് അനാമത്ത് ബാലൻസുകളും ഉൾപ്പെടെ ഡാഷ് മാസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടതാണ്. ആൻസർ 3. 3 മാസത്തിലൊരിക്കൽ പരിശോധിക്കേണ്ടതാണ്. രജിസ്റ്റർ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ്സ് ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ഫോം. റെയിൽവേ, പോസ്റ്റുകൾ, ടെലിഗ്രാഫുകൾ എന്നിവയുമായുള്ള ഇടപാടുകളുടെ രജിസ്റ്റർ ഡാഷ് ഫോമിൽ സൂക്ഷിക്കുന്നു. അപ്പോൾ TA ഫോമിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ TA ഫോമിനെ കുറിച്ചുള്ള ചോദ്യമാണെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ ഉത്തരത്തിലെത്താവുന്നവയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. ബോത്ത് A ആൻഡ് B. ദാറ്റ് മീൻസ് TA 9-ലും TA 10-ലും രജിസ്റ്റർ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് റെയിൽവേസ്, പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ്സിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക. ദ എൻട്രീസ് റിഗാർഡിംഗ് പേയ്മെൻറ്റ്സ് ഷുഡ് ഷോ സെപ്പറേറ്റ്ലി. പേയ്മെൻറ്റുകൾ സംബന്ധിച്ച എൻട്രികൾ ഡാഷ് പ്രത്യേകം കാണിക്കണം. ആൻസർ ഓൾ ഓഫ് ദ എബോവ്. ദാറ്റ് മീൻസ് ദ നെറ്റ് amount പെയ്ഡ് ഇൻ ക്യാഷ്, ദ ഡിഡക്ഷൻസ് ആൻഡ് അതർ amounts പെയ്ഡ് ബൈ ട്രാൻസ്ഫർ, ദ ഗ്രോസ് amount. ഇവ മൂന്നും ഇതിൻ്റെ ആൻസേഴ്സ് ആണ്. In state treasuries, 2 check registers in form TA, one for the central and the other for state government, should be kept for the record of receipts or payments adjustable wholly or partly by transfer, debit or credit. സ്റ്റേറ്റ് ട്രഷറികളിൽ ഫോം TA 4-ൽ 2 ചെക്ക് രജിസ്റ്ററുകൾ, ഒന്ന് കേന്ദ്രത്തിനും മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനും, ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി പൂർണ്ണമായോ ഭാഗികമായോ ക്രമീകരിക്കാവുന്ന റെസിപ്റ്റുകളുടെയോ പേയ്മെൻറ്റുകളുടെയോ റെക്കോർഡിനായി സൂക്ഷിക്കണം. അപ്പോൾ ഈ പ്രസ്താവന കറക്റ്റാണോ അല്ലയോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് TA 4-നെ പറ്റിയാണ് ചോദ്യം. TA ഫോമിനെ കുറിച്ചാണ് ചോദ്യമെങ്കിൽ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2 റെഫർ ചെയ്താൽ മതിയാകും. അപ്പോൾ അക്കൗണ്ട് കോഡ് വോളിയം 2 ഇൻഡെക്സ് റെഫർ ചെയ്തിട്ട് TA 4-ാമത്തെ ഫോം റെഫർ ചെയ്യുക. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഈ പ്രസ്താവന കറക്റ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് സ്റ്റേറ്റ് ട്രഷറികളിൽ ഫോം TA 4-ൽ 2 ചെക്ക് രജിസ്റ്ററുകളുണ്ട്, ഒന്ന് കേന്ദ്രത്തിനും മറ്റൊന്ന് സംസ്ഥാന സർക്കാരിനും. ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫർ വഴി പൂർണ്ണമായോ ഭാഗികമായോ ക്രമീകരിക്കാവുന്ന റെസിപ്റ്റുകളുടെയോ പേയ്മെൻറ്റുകളുടെയോ റെക്കോർഡിനായിട്ട് സൂക്ഷിക്കണം എന്ന കാര്യം അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. ക്വസ്റ്റ്യൻ 70. പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാൻഡം ഈസ് ഫർണിഷ്ഡ് ഇൻ ഫോം. പ്ലസ് മൈനസ് മെമ്മോറാൻഡം ഡാഷ് ഫോമിൽ നൽകിയിരിക്കുന്നു. ഇത് വളരെയധികം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യമാണ്. ഈ പ്ലസ് മൈനസ് മെമ്മോറാൻഡത്തെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിരവധി തവണ കേരള ട്രഷറി കോഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് TA ഫോമിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ കേരള അക്കൗണ്ട് കോഡ് വോളിയം 2-ൻ്റെ ഇൻഡെക്സ് റെഫർ ചെയ്ത് നമുക്ക് ഉത്തരത്തിലെത്താവുന്നവയാണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ C ആണ്. TA 33-ലാണ് പ്ലസ് ആൻഡ് മൈനസ് മെമ്മോറാൻഡത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. The minimum running balance of rupees dash shall be maintained in savings bank accounts. മിനിമം റണ്ണിംഗ് ബാലൻസ് രൂപ ഡാഷ് സേവിംഗ് ബാങ്ക് അക്കൗണ്ടുകളിൽ സൂക്ഷിക്കണം. ആൻസർ 250. 650 രൂപ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. വിഡ്രോവൽ ഫ്രം ട്രഷറി സേവിങ്സ് ബാങ്ക്സ് ആർ എക്സംപ്റ്റഡ് ഫ്രം സ്റ്റാമ്പ് ഡ്യൂട്ടി. ട്രഷറി സേവിങ്സ് ബാങ്കുകളിൽ നിന്നുള്ള പിൻവലിക്കലുകൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. ആൻസർ ഈ പ്രസ്താവന കറക്റ്റാണോ അല്ലയോ എന്നതാണ് ചോദ്യം. ആൻസർ കറക്റ്റാണ്. അതായത് ട്രഷറി സേവിങ്സ് ബാങ്കുകളിൽ നിന്നുള്ള പിൻവലിക്കലുകൾ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു എന്ന കാര്യം അറിഞ്ഞിരിക്കുക. മെയിൻ്റനൻസ് ഓഫ് ഗസറ്റഡ് ഓഡിറ്റ് രജിസ്റ്റർ, ഫാസിമിലി സിഗ്നേച്ചർ ഫയൽ ആൻഡ് റിട്രച്ച്മെൻറ്റ് രജിസ്റ്റർ എക്സെട്ര ആർ പ്രോഗ്രാമഡ് ടു ബി ലേൺ ബൈ ദ അസിസ്റ്റന്റ് കളക്ടർ ഓർ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ ഓൺ ദ ഡാഷ് ഡേ. ഗസറ്റഡ് ഓഡിറ്റ് രജിസ്റ്റർ, ഫാക്സിമൈൽ സിഗ്നേച്ചർ, ഫയൽ, റിട്രച്ച്മെൻറ്റ് രജിസ്റ്ററുകൾ എന്നിവയുടെ പരിപാലനം
ഡാഷ് ദിവസം അസിസ്റ്റന്റ് കളക്ടർ അല്ലെങ്കിൽ പ്രൊബേഷണറി ഡെപ്യൂട്ടി കളക്ടർ പഠിക്കാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നു? ആൻസർ 6th, 6ാമത്തെ ദിവസം. The Director of Treasury should inspect the district treasury at least dash a year. ട്രഷറീസ് ഡയറക്ടർ വർഷത്തിൽ ഡാഷ് എങ്കിലും ജില്ലാ ട്രഷറി പരിശോധിക്കണം. ആൻസർ വൺസ്. ട്രഷറീസ് ഡയറക്ടർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ജില്ലാ ട്രഷറികൾ പരിശോധിക്കണം എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ ഡയറക്ടർ ഓഫ് ട്രഷറീസിനെ കുറിച്ച് ധാരാളം ചോദ്യങ്ങൾ ട്രഷറി കോഡിൻ്റെ പരീക്ഷയ്ക്ക് കണ്ടുവരുന്നുണ്ട്. അദ്ദേഹമാണ് റെസ്പോൺസിബിൾ ഫോർ പ്രോപ്പർ വർക്കിംഗ് ഓഫ് ട്രഷറീസ് ഇൻ ദ സ്റ്റേറ്റ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. അതുപോലെ അദ്ദേഹത്തിന് ഡിസ്ട്രിക്ട് ട്രഷറീസ് കൊല്ലത്തിൽ ഒരിക്കൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ സബ് ട്രഷറികൾ 2 കൊല്ലത്തിൽ ഒരിക്കൽ ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഫിഡലിറ്റി ഗ്യാരണ്ടി ഇൻഷുറൻസ് പോളിസി ഡയറക്ടർ ഓഫ് ട്രഷറീസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് മനസ്സിലാക്കുക. അക്കൗണ്ട്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് നോ ട്രാൻസാക്ഷൻസ് ഹാവ് ടേക്കൺ പ്ലേസ് ഫോർ ഡാഷ് കംപ്ലീറ്റ് ഫിനാൻഷ്യൽ ഇയേഴ്സ് ആൻഡ് മോർ വിൽ ബി ട്രീറ്റഡ് ആൻഡ് അൺഓപ്പറേറ്റഡ് അക്കൗണ്ട്സ്. ഡാഷ് മുഴുവൻ സാമ്പത്തിക വർഷങ്ങളിലും അതിലധികവും ഇടപാടുകളൊന്നും നടന്നിട്ടില്ലാത്ത അക്കൗണ്ടുകൾ പ്രവർത്തിക്കാത്ത അക്കൗണ്ടുകളായി കണക്കാക്കും. ആൻസർ 5, 5 സാമ്പത്തിക വർഷങ്ങളിൽ. അപ്പോൾ ഇത്രയാണ് 2025 ജനുവരി വിജ്ഞാന പ്രകാരം നടന്ന കേരള ട്രഷറി കോഡിൻ്റെ പരീക്ഷയ്ക്ക് ലോവർ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ പാർട്ട് 3 വീഡിയോ. ധാരാളം ചോദ്യങ്ങൾ മുൻകാല വർഷങ്ങളിൽ നിന്ന് ആവർത്തിച്ച് വന്നിട്ടുള്ളതായിട്ട് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൂട്ടുകാർ ശ്രദ്ധിക്കുമല്ലോ. ക്ലാസ്സുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ക്ലാസ്സിൽ പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്